നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? എങ്കിലിതാ തൂക്കുപാലത്തിന്റെ നാടായ പുനലൂർ DC ബുക്സ് എടുക്കുന്ന പുസ്തക ചന്തം. അപ്പൊ പോവല്ലേ? പ്രിയ വായനക്കാർക്കായി DC ബുക്സ് അവിടെ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. കവിത, നോവൽ, യാത്രാ വിവരണം, ആത്മകഥ, ബാലസാഹിത്യം, ആരോഗ്യം, പാചകം, ആധ്യാത്മികം, വിജ്ഞാനം, സെൽഫ് ഹെൽപ്പ് തുടങ്ങിയ എല്ലാ പുസ്തകങ്ങളുടെ ശേഖരങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളോടൊപ്പം ഇന്നുള്ളത് കൊല്ലം DC ബുക്സിന്റെ മാനേജറായ സാറിന്റെ പേരെന്താ? വിനോയ് സാറാണ്. DC ബുക്സിന്റെ പുസ്തക ചന്തയാണ് നാം ഇവിടെ കാണുന്നത്. പുനലൂർ രാജാരോഹിണി ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ഈ പുസ്തക ചന്തയിൽ 70% വരെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാ കാറ്റഗറി പുസ്തകങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. വളരെ പ്രശസ്തമായ പുസ്തകങ്ങളുടെ ഒരുപാട് ശേഖരണങ്ങളുണ്ട്. സ്നേഹം, കാമം, ഭ്രാന്ത്, അതുപോലെ KR മീരയുടെ എല്ലാവരും പ്രണയവും, N മോഹനന്റെ ഒരിക്കൽ എന്ന പുസ്തകം, ഖദീജ വളരെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പുസ്തകമാണ്. തപോമിയുടെ അച്ഛൻ വയലാർ അവാർഡ് 2025 വയലാർ അവാർഡ് കിട്ടിയ പുസ്തകമാണ്. റാം കെയർ ഓഫ് ആനന്ദിന്റെ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ്. S ഹരീഷിന്റെ പട്ടുനൂൽ പുഴു വളരെ പ്രശസ്തമായ പുസ്തകം. ഓജോ ബോർഡ്, അതുപോലെ തന്നെ റാം കെയർ അജിപി ധർമ്മജന്റെ രാത്രി 12 മണി എന്ന പുസ്തകം. അങ്ങനെ ഒരുപാട് നോവലുകളുടെ കളക്ഷൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. MP-യുടെ പുസ്തകങ്ങൾ രണ്ടാം മൂഴം. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഇന്ന് അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇഷ്ടമുള്ള കുട്ടികൾക്ക് പറ്റിയ കളക്ഷൻസും അല്ലാതെ ഞാൻ വായിക്കുന്ന പോലത്തെ തരത്തിലുള്ള എല്ലാ സ്ഥിരമായിട്ട് വായിക്കാറുള്ള ആളാണ്. സ്ഥിരമായിട്ടൊന്നും പറയില്ല, ഇടയ്ക്കിടയ്ക്കല്ല. ബുക്സ് ടൈം കിട്ടുമ്പോൾ ഞാൻ എല്ലാ സ്റ്റോറീസും വായിക്കാറുണ്ട്. അപ്പം ഞാൻ ആ കളക്ഷൻസ് നിന്ന് എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഇവിടെ എല്ലാം കോയമ്പത്തൂർ വായിക്കുന്നത്. നാട്ടിൽ ഇങ്ങനെ ഇത് വന്നാൽ നമുക്കത് വന്നിപ്പം കാണുന്നതാണ്. അതിന് വേണ്ടി വന്നതാണ്. റിവ്യൂ ഒക്കെ വായിക്കുന്നു. ഫസ്റ്റ് ഞാൻ വായിച്ചു തുടങ്ങി കുറച്ച് നാളായിരുന്നു പുസ്തകത്തിൽ വായിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന റിവ്യൂ ഒക്കെ കേട്ട് കുറച്ച് പുസ്തകമൊക്കെ എനിക്ക് കിട്ടി. ഞാൻ വായിച്ച് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു കേട്ട കിപ്പി തരുന്ന പുസ്തകമൊക്കെയാണ് ഞാൻ വായിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കൂടുതൽ എനിക്ക് ക്രൈം പുസ്തകങ്ങളോട് ഭയങ്കര താല്പര്യം. ലൊക്കേഷൻ വരുന്നത് പുനലൂർ കവിതാ ഹോട്ടലിന് സമീപം രാജാരോഹിണി ഓഡിറ്റോറിയത്തിലാണ്.